വലഹാജി നഹ്വിയ വൽ ഫതാവ ലുഗവിയ, ലുഗവിയായ ഫത്വകൾ ഉണ്ടോ? ഫത്വ എന്ന് പറഞ്ഞാൽ ദീനിയായ വിധിക്കല്ലേ ഫത്വ എന്ന് പറയാം. അപ്പോൾ കേട്ടാൽ വിചാരിച്ചു ഫിഖ്ഹിയായ മസലയാണ് ചോദിക്കണത്. പക്ഷേ സംഗതി എന്തേക്കാരം ഒരു ലോവിയായ മസലയ്ക്കാരം. അത് ഒരു മഖാമും മുഴുവനും അങ്ങനെ 100 ചോദ്യം ഉണ്ട് ആ മഖാമയിൽ. അബൂ സയ്യിദ് തലയെക്കെട്ടൊക്കെ ഇങ്ങനെ കെട്ടിയാണ്ട് ബാലില്ലാത്ത തലയെക്കെട്ടൊക്കെ കണ്ട് കെട്ടിയാണ്ട് അന ഫഖീഹുൽ അറബി വൽ അജം അലൂനി മാ ബദാലക്കും, വേണ്ടതാണ്ട് ചോദിച്ചോളിന്ന്. അവർ എങ്ങായി നീച്ചേണ്ടി വയ്ക്കും. ഹൽ യജിബുൽ ഗസ്ലു അലാമൻ അംന, മനീയ് പുറപ്പെട്ടവന് കുളി നിർബന്ധമുണ്ടോന്ന്. ലാ വലൗ തന്നെ, രണ്ടാമതും പോയാലും മനീയ് പുറപ്പെട്ടാലും കുളി നിർബന്ധമില്ല. അംന എന്ന് പറഞ്ഞാൽ മനീയ് പുറപ്പെട്ടു എന്നല്ലേ, മനീയ് പുറപ്പെട്ടവന് കുളി നിർബന്ധമുണ്ടോ? ലാ വലൗ തന്നെ, രണ്ടാമത്തെ. അപ്പോൾ എന്താ അംന എന്ന് പറഞ്ഞാൽ മിനി ചെന്നു എന്ന്, മിനി ചെന്നവനും കുളി നിർബന്ധമില്ല. അംന മിനി ചെന്നു, സഹറാവ് ചെന്നു, അഞ്ചത നജിദ് ചെന്നു അല്ലേ. അപ്പോൾ അതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മാതഖൂലു ഫി മൈത്തത്തിൽ കാഫിർ, കാഫിറിൻ്റെ ശവത്തിനെ പറ്റി എന്താ പറയുന്നതെന്ന് അബൂ സയ്യിദിനോട് ആളെ ചോദിക്കുക. അവർ ഇല്ലുലിൽ മുഖീമി വൽ മുസാഫിർ, യാത്രക്കാരനും നാട്ടിൽ താമസിക്കണു എല്ലാം കാഫിറിൻ്റെ ഭക്ഷണം തിന്നാൻ, അല്ല കാഫിറിൻ്റെ ശവം തിന്നാൻ പറ്റും. കാഫിറിൻ്റെ ശവേ അപ്പോൾ എന്താ കാഫിർ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ്, കഫറ എന്ന് പറഞ്ഞാൽ സത്തറാന്നല്ലേ അല്ലേ. സമുദ്രത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കാണാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് സമുദ്രത്തിനെ കൊണ്ട് കാഫിർ എന്ന് പറയും. രാത്രിനെ കൊണ്ട് കാഫിർ എന്ന് പറയും. എന്നാൽ പിന്നെ കർഷകനെ കൊണ്ട് കാഫിർ പറയും. കാരണം ഓനെന്താണ് വിത്ത് മറച്ച് വെക്കണ ആളല്ലേ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കാഫിറിനെ കൊണ്ടും കാഫിർ പറഞ്ഞത്. അല്ലാഹു തആലാൻ്റെ നിഅമത്ത് മറച്ച് വെക്കണവനാണ് ശുക്ർ ചെയ്യാതെ. അപ്പോൾ പിന്നെ കാഫിർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ബാഹിർ എന്ന് അല്ലേ. യജൂസു ഹൽ യജൂസു ലിൽ മഅദൂരി അൻ യുഫ്തിറ ഫീ ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിൽ വെച്ച് മഅദൂറിന് നോമ്പ് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അബൂ സയ്യിദിൻ്റെ മറുപടി എന്താ? ലാ യജൂസു ഫീഹി ഇഫ്താറു ഇല്ലാ ലിസ്ബിയാൻ, കുട്ടിയാക്കല്ലാതെ പറ്റൂല, മഅദൂറിന് പറ്റൂല. മഅദൂർ പറഞ്ഞതിൻ്റെ നേരെ അർത്ഥം എന്താ? വിതറുള്ളവനെന്ന് അല്ലേ, യാത്രക്കാരൻ, രോഗി, ഓൽക്കൊന്നും പറ്റൂല. അപ്പോൾ എന്താ മഅദൂർ എന്ന് പറഞ്ഞാൽ മഖ്തൂന്, ചേലാകർമ്മം ചെയ്തോനെന്നാ. അദർത്തു അദറ ഫുലാനൻ, ചേലാകർമ്മം ചെയ്തു. ഹൽ തഅദുറുനി എന്ന് ചോദിച്ചാൽ ജിൻക്ക് എതിർ തരുമോ? ലാ അഅ്ദുറുക് കൈഫ വാൻത മഅദൂർ, ഞാൻ എങ്ങനെ ഞാൻ ചേലാകർമ്മം ചെയ്യാം, എൻ്റെ ചേലാകർമ്മം കഴിഞ്ഞു കണില്ലേ. അത് ഒരു അദറ എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ചോദ്യങ്ങൾ അമ്മാതിരി ചോദ്യങ്ങളുണ്ട് ഉണ്ടോ. മൻ സല്ല മാ തഖൂലു ഫീ മൻ സല്ലാ ബിൽ ഖൗമി വ ഫഖിദുഹു ബാദിയ, തൊട വെളിവായി കൊണ്ട് നിസ്കരിച്ച് ഇമാമായിട്ട് നിസ്കരിച്ചു, അവനെ പറ്റി നിങ്ങൾ എന്താണ് പറയാനുള്ളത്? സലാത്തുഹു വ സലാത്തുഹും മാളിയ, വാൻ്റെയും കൗമിൻ്റെയും ഒക്കെ നിസ്കാരം എന്താണ് സഹിയാണ്. അപ്പം ഫഖീദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൊടാന്നല്ല, ഗോത്രം എന്നാണ്. ഷേബ് ഉണ്ടാവും, അതിൻ്റെ തഹത്തിൽ കബീല ഉണ്ടാവും, കബീലൻ്റെ തഹത്തിൽ ഫഖീദ് ഉണ്ടാവും. ആ ഫഖീദ് ബാദിയത്തും, ഞാൻ ബാദിയത്ത് പാർക്കണവരാണ്. ബദാർ ഞാൻ ബാദിയത്ത് പാർത്തു അല്ലേ. പിന്നെ മാ തഖൂലു ഫീ മൻ സല്ല വആനത്തുഹു ബാരിസ, ആനത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, ദക്കറിൻ്റെ മേലേക്കുള്ള മുടി. അപ്പോൾ ആനത്ത് വെളിവായവനായ നിലക്ക് നിസ്കരിച്ചാൽ സലാത്തുഹു ജായിസ, സഹിയാണ്. അപ്പോൾ ആനത്ത് എന്ന് പറഞ്ഞാൽ കൈതക്കൂട്ടം, അവൻ്റെ കൈതക്കൂട്ടം ബാരിസ, വെളിവായതാണ് എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ ഫത്താവകൾ ഉണ്ടോ. യംസഹുൽ മുതവദ്ദി ഉൻസയൈ, ഒന്നുണ്ടാക്കണവന് ഉൻസൈനി ചെയ്യണോ, ഉൻസൈനി അറിഞ്ഞൂടെ. അപ്പോൾ അതിന് അബൂ സയ്യിദിൻ്റെ മറുപടി എന്താ? നുദിബ ഇലൈഹി വലം യൂജബ അലൈഹി, സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പോൾ ഉൻസൈനി അറിഞ്ഞാത്ത ചെവി എന്നാണ്. പിന്നെ
അങ്ങനെയുള്ള ഒരുപാട് ഈ 50 മക്കാമിയും കൂടി ഒരാൾ ഓതി തീർക്കുകയാണെങ്കിൽ നല്ലവർക്ക് ഓതി തീർക്കുകയാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. ഒരു മക്കാമ മുഴുവനും 100 ചോദ്യമാണ്. 100 ചോദ്യം, അങ്ങനത്തെ ചോദ്യങ്ങൾ. എന്ന് ചിലത് മാത്രമാണ് ഇപ്പം ഞങ്ങളോട് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വൽ ഫതാവൽ ലുഗവിയ്യ വറസായിൽ പിന്നെ വറസായിലിൽ മുബ്തകറ എന്ന് പറഞ്ഞ മാതിരി റസായിൽ ഉണ്ടോ, കത്തുകൾ. മുബ്തകറ എന്ന് പറഞ്ഞാൽ മുബ്തകറായ നടാടെ വേറാരും ഉണ്ടാക്കിയത്, ഞാൻ കോപ്പി അടിച്ചതല്ല, ഞാൻ തന്നെ എഴുതിയതായിരിക്കുന്ന റസായിൽ മുബ്തകറ. മുബ്തകറ അത് അപ്പോൾ അതെല്ലാവർക്കും അറിയില്ലേ അല്ലേ? ബിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ബിക്ർ അല്ലെ, സെക്കൻഡ് ഹാൻഡ് അല്ലാത്ത പെണ്ണിന് ബിക്ർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാളെ ആദ്യം ഒരാൾക്കുണ്ടായ കുട്ടിക്ക് ബിക്ർ അറിയും. ഇതിൻ്റെ ബിക്റാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. നടാടെ കോടിയാഴ്ച പഴത്തിന് എന്ത് പറയും? ബാക്കൂറത്ത് അറിയും അല്ലേ? ബാക്കൂറത്ത്, ഇത് ബാക്കൂറത്താണ്, ഇത് ഈ മരത്തിൻ്റെ ബാക്കൂറത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ബുക്ര രാവിലെ ഇത് പിന്നെ പകലിൻ്റെ ആദ്യത്തിനെ കൊണ്ട് ബുക്ര അറിയില്ല. അപ്പോൾ മുബ്തകറ വറസായിലിൽ മുബ്തകറ വൽ ഖുതബിൽ മുഹബ്ബറ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ ഖുതുബകൾ, പ്രസംഗങ്ങൾ. ചില മഖാമീൽ അബൂസൈദ് എന്തായിരിക്കും? ഭയങ്കര ഖത്തീബൈക്കാരൻ. അങ്ങനെ ഒരു അബൂസൈദും ഇല്ല, ആരുമില്ല, ഒക്കെ മുസന്നിഫിൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരെ ഭാവന. പിന്നെ വൽ മവാഇദിൽ മുബ്കിയ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്നതായിരിക്കുന്ന ഉപദേശങ്ങൾ. വൽ അളാഹിക്കിൽ മുൽഹിയ നേരം പോക്കാക്കുന്നതായിരിക്കുന്ന തമാശകൾ. അളാഹിക്ക് ചിരിപ്പിക്കുന്നതായ വാക്കുകൾക്ക് അളാഹിക്ക്. മിമ്മാ അൽഖൈതു ജമീഅഹു അലാ ലിസാനി അബീ സൈദ്, അത് മുഴുവനും ഞാൻ ഇംലാഹ് ചെയ്തു. ആരെ നാവിൻ്റെ മേലിൽ? അബൂ സൈദ് സറൂജിൻ്റെ നാവിൻ്റെ മേലിലായിട്ട് ഞാനത് ഇംലാഹ് ചെയ്തു. ഇംലാഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ എഴുതാൻ മതിയാവുന്ന സാവധാനത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇങ്ങനെ ഉസ്താദന്മാർ ചില കിതാബുകളൊക്കെ, ഒരുപാട് കിതാബുകൾ അങ്ങനെ ഉണ്ട്. അത് എഴുതിയതല്ല, ഉസ്താദന്മാർ എഴുതിയതല്ല. ഉസ്താദന്മാരിങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്ത് ചെയ്യുക, ശിഷ്യന്മാരത് എഴുതുക. അങ്ങനെയാണ്. ഇപ്പോൾ ഷാഫി ഇമാമിൻ്റെ റിസാലൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ എടുത്ത ക്ലാസ്സാണ്. ആ ക്ലാസ് അന്ന് റെക്കോർഡ് ചെയ്യലില്ല, അങ്ങനെ എഴുതുകയാണ്. അതിനാണ് എഴുതാൻ സാവധാനത്തിൽ പറഞ്ഞു കൊടുക്കണതിനാണ് അംല എന്ന് പറയുക. അംല യുംലി ഇംല എന്നും പറയാം, അമല്ല യുമില്ലു ഇംലാലെന്നും പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ്. അപ്പോൾ ഇതൊക്കെ ഞാനെന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു എന്ന്. അബൂ സൈദ് സറൂജിൻ്റെ നാവിൻ്റെ മേലായിട്ട് വ അസ്നത്തു റിവായത്തഹു ഇലൽ ഹാരിസ് ഇബ്നു ഹമ്മാമിനിൽ ബസ്രി, അതിൻ്റെ റിപ്പോർട്ട് ഞാൻ അതിലേക്ക് ചേർത്തു, ഹാരിസ് ഇബ്നുൽ ഹമ്മാമിലേക്ക്. അപ്പോൾ കഥാപാത്രം അബൂ സൈദാണ്. അബൂ സൈദിൻ്റെ തമാശകളും കാര്യങ്ങളും അയാളൊരു സദസ്സിൽ വെച്ച് ചെയ്ത വാക്കൊക്കെ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹാരിസ് ഇബ്നുൽ ഹമ്മാമ ഉണ്ടോ? വമാ ഖസത്തു ബിൽ ഇഹ്മാദി ഫീഹി ഇല്ലാ തൻശീത ഖാരി വതക്ദീറ സവാദി താലിബി. വമാ ഖസത്തു, ഞാൻ കരുതിയിട്ടില്ല, ബിൽ ഇഹ്മാദി ഫീഹി, ഇതിൽ തഫന്നുന് കൊണ്ട്. ഇഹ്മാദ് പറഞ്ഞാൽ പല രൂപത്തിലാക്കുക. ഒന്ന് നല്ല ഉപദേശമാണെങ്കിൽ, മറ്റത് പിന്നെ തമാശയിക്കാരം. ഒന്ന് എന്താണെങ്കിൽ നല്ല പ്രസംഗമാണെങ്കിൽ മറ്റത് എന്തായിരിക്കും? അത് ഒരു കത്തായിരിക്കും, അല്ലെങ്കിൽ ഫത്വയായിരിക്കും. അതൊക്കെ അങ്ങനെ. അതിനാണ് ഇഹ്മാദ് പറഞ്ഞത്. ഇഹ്മാദ് എന്ന് പറഞ്ഞാൽ തഫന്നുൻ ഉണ്ടോ, പല വകുപ്പാക്കുക എന്ന്. ഈ പദം എന്നുള്ളത് അസല് അറിയോ? അസല് അഹ്മദ് അൽ ബഈറു എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്ത് ചെയ്തു? മധുരമുള്ളതായിരിക്കുന്ന മധുരമുള്ള പിന്നെ ചെടികളൊക്കെ തിന്ന് മടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? പുളിപ്പുള്ള ചെടി തിന്നു. പുളിയില്ല, മൂതത്ത് പറഞ്ഞാൽ പുളി എന്നല്ലേ. അപ്പോൾ ആ പുളി മധുരമുള്ള മറയിന്ന് പിന്നെ ഹാമിദായ മറയിലേക്ക് ഒട്ടകത്തിൻ്റെ നീക്കത്തിനെ കൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഈ അഹ്മാദ് എന്ന് പറഞ്ഞത്. ഇവിടെ ഉദ്ദേശം എന്താണ്?
മുസന്നിഫ് ഒരു 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 വിഷയത്തിൽ നിന്ന് മറ്റേ വിഷയത്തേക്ക് എന്ത് ചെയ്യുക, പിന്നെ മാറുക, എല്ലാം ഒരേ രൂപത്തിലാക്കാതെക്കുക. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലാ തൻഷീത ഖാരിഇഹി, ഇത് ഓതുന്നവരെ ഉന്മേഷഭരിതരാക്കലല്ലാതെ, വതക്ദീറ സവാദി താലിബീഹി, ഇത് തേടുന്നവരുടെ ജമാഅത്തിനെ പെരുപ്പിക്കലല്ലാതെയും ഉണ്ടോ. സവാദ് പറഞ്ഞ ജമാഅത്ത് എന്നാണ്, കൗമ്. അപ്പോൾ ഇതിനകത്ത് ഈ കിതാബിനെ തേടുന്നതായിരിക്കുന്ന ആളുകളുടെ സംഘം ഉണ്ടല്ലോ, ആ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ തഫന്നുനാക്കിയത് എന്ന്. വലം ഊദിഅഹു, ഞാനിതിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ല, വദിയത്തായി വെച്ചിട്ടില്ല, മിനൽ അശാരിൽ അജ്നബിയത്തി, അന്യബൈത്തുകളിൽ നിന്ന്, ഇല്ലാ ബൈത്തൈനി ഫദ്ദൈൻ, 2 ബൈത്തുകളല്ലാതെ. ആ 2 ബൈത്തുകളും ഒറ്റ ബൈത്തുകളാണ്. ഒരാളുടെ ബൈത്തുമാണ്, ഒന്ന് വേറൊരു ഷായറിൻ്റെ ബൈത്തുമാണ്. ആ 2 ബൈത്തും എൻ്റെതല്ല. ഈ 50 മഖാമിൽ ഞാൻ പിന്നെ എൻ്റെതല്ലാത്ത അന്യ കവികളുടെ ബൈത്ത് തീര് വെച്ചതെന്താണ്, അത് ഒരു 4 ബൈത്താണ്. അതിന് 2 ബൈത്ത് ഒരു ബൈത്ത് ഒരാളതും ഒരു ബൈത്ത് വേറെ ആളുള്ളതും. അതാണ് ഫദ്ദൈനി പറഞ്ഞാൽ. അസസ്തു അലൈഹിമ, എങ്ങനെയുള്ള 2 ബൈത്തുകളാണ്, അതിൻ്റെ മേൽ ഞാൻ പടുത്തുയർത്തിയിരിക്കുന്നു. ബിനിയത്ത് അൽ മഖാമത്തുൽ ഹുൽവാനിയ, അൽ മഖാമത്തുൽ ഹുൽവാനിയ എന്ന് പറഞ്ഞാൽ ഒരു മഖാമുണ്ട്. ഹുൽവാനി പറഞ്ഞ സ്ഥലത്ത് വെച്ച് അബൂ സയ്യിദ് ചെയ്തും പറഞ്ഞതും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഖാമത്തുൽ ഹുൽവാനിയ. ആ മഖാമത്തുൽ ഹുൽവാനിയുടെ അസ്ഥിവാരം ഞാൻ പണിതത് എന്താണ്, അന്യരായ ഞാനല്ലാത്ത 2 കവികളുടെ ബെയ്ത്തിൻ്റെ മേലാണ്. അങ്ങനത്തെ 2 ബെയ്ത്ത്. പിന്നെ വാഹറൈനി തൗഅമൈനി, വേറെ 2 ഇരട്ടക്കുട്ടികളായ ബെയ്ത്ത്. ഇരട്ടക്കുട്ടികളായ ബെയ്ത്ത് പറഞ്ഞാൽ 2 ബെയ്ത്തും 2 ഒരു കവിൻ്റെ ബെയ്ത്താണ്. അതാണ് തൗഅമൈനി പറഞ്ഞാൽ, അല്ലേ. തൗഅമ് പറഞ്ഞാൽ തൗഅമ് എന്ന് പറഞ്ഞാൽ, തൗഅമാനി പറഞ്ഞാൽ വലദാനി ഫീ ബത്നിൻ വാഹിദ്. ഹാദാ തൗഅമു ദാക, ഐ വുലിദ ഹാദാ മഅഹു ഫീ ബത്നിൻ വാഹിദ്. അപ്പോൾ 2 ബൈത്ത് ലമ്മൻതുഹുമാ, ആ 2 ബൈത്തിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഖവാതിമൽ മഖാമത്തിൽ ഖറജിയ, അൽ മഖാമത്തുൽ ഖറജിയ എന്ന് പറഞ്ഞാൽ, കറജി പറഞ്ഞ സ്ഥലമാണ്. ആ ഹുൽവാനൊരു സ്ഥലമായതുപോലെ കറജി ഒരു സ്ഥലമാണ്. ആ കറജിയായ ആ മഖാമിൻ്റെ അവസാനത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചതായിരിക്കുന്ന ഒരേ കവിക്കുള്ളതായിരിക്കുന്ന 2 ബൈത്തുകളും. ഇങ്ങനെ 4 ബൈത്തുകൾ മാത്രമേ അന്യൻ്റെ ബൈത്ത് ഈ കിതാബിലുള്ളൂ. വമാ അദാ ദാലിക ഫഖാതിരി അബൂ ഉദ്രി വമുഖ്തളിബ ഹുൽവിഹി വമുരി. വമാ അദാ ദാലിക, അതല്ലാത്തതെല്ലാം, ഫഖാതിരി എൻ്റെ ബുദ്ധി, അബൂ ഉദ്രിഹി അതിൻ്റെ അബൂ ഉദ്റിൻ്റെ എന്താണ്, എൻ്റെ ബുദ്ധിയാണ്. അബൂ ഉദ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഞാനാണ് അതാദ്യമായി പറഞ്ഞത്, ഞാനാണ്. വേറൊരാൾ പറഞ്ഞ് ഞാൻ കട്ടെടുത്തതല്ല ഉണ്ടോ, അല്ലെങ്കിൽ ഉദ്ധരിച്ചതല്ല. അസൽ ഇതിൻ്റെ അർത്ഥം എന്താ അറിയുമ്പോൾ, ഉദുർ അല്ലെങ്കിൽ ഉദുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ 2 സാധനത്തിനെ കൊണ്ട് ഉദുർ അല്ലെങ്കിൽ ഉദുറത്ത് എന്നൊക്കെ പറയും. ഒന്ന് പെണ്ണുങ്ങളെ ഫർജിലുള്ളതായിരിക്കുന്ന ബക്കാറത്ത്, കന്യാചർമ്മം. ആ കന്യാചർമ്മത്തിനെ കൊണ്ടും എന്ത് പറയും, ഉദുർ ഉദുറത്ത് എന്ന് പറയും. അതുപോലെ പിന്നെ ആണുങ്ങളെ ഹഷഫൻ്റെ തലക്കിലുള്ളതായിരിക്കുന്ന ആ ഹിതാൻ ചെയ്യുമ്പോൾ ഇതാക്കണ കുൽഫനെ കൊണ്ടും എന്താ പറയും, ഉദുർ എന്ന് പറയും. അപ്പോൾ പിന്നെ അതിന്ന് പിടിച്ചിക്കാണ്ട് പറയും ഫുലാൻ അബൂ ഉദ്രി ഫുലാന, ഇന്നാളാണ് മറ്റോളെ ആദ്യം കെട്ടിയ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഓനാണ് ഓളെ ഉദറത്ത് നീക്കിയത്, ഓളെ ബക്കാറത്ത് നീക്കിയത്, ഓളെ ചീര് പൊട്ടിച്ചത് ആരാണ്, ഓനാണ് ഉണ്ടോ. അപ്പോൾ ഫുലാൻ അബൂ ഉദ്രി ഫുലാന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ ബുദ്ധിയാണ് അതിൻ്റെ അബൂ ഉദ്രി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ഞാനാണ്. വഖാതിരി അബൂ ഉദ്രിഹി വമുഖ്തളിബ ഹുൽവിഹി വമുരിഹി, മധുരമുള്ളതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും ഞാനാണ് പറിച്ചെടുത്തത്. ബാക്കിയുള്ളതൊക്കെ ഞാനാ പറിച്ചെടുത്തത്. ചിലപ്പോൾ മധുരമുള്ളതാവാം, നഫ്സാറാകാം,
ചിലപ്പം മോശമാവാം. അതൊക്കെ എന്താണ്, ഏതായാലും ഞാനാണ് മുഖത്തീബ് പറഞ്ഞാൽ മുഖത്തീബ് പറിച്ചെടുത്ത ആൾ മുഖത്തീഫ്. പഴം പറിക്കണതിനാണ്, പഴം പറിക്കണതിനൊക്കെ ഇഖ്തളബ എന്ന് പറയാം ഉണ്ടോ. അപ്പോൾ മധുരമുള്ളതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും ഞാനാണ് അത് പറിച്ചെടുത്തത്. പിന്നെ هذا مع اعترافي بأن البديع رحمه الله سباق غايات وصاحب آيات، وأن المتصدي بعده لإنشاء مقامه ولو أوتي بلاغة قدامه لا يغترف إلا من فضالته ولا يصري ذلك المسرى إلا بدلالته. ولله ذر القائل فلو قبل مبكاها بكيت صبابة بسعدات شفيت النفس قبل التندم ولكن بكت قبلي فهيج للبكاء بكاها فقلت الفضل للمتقدم. അപ്പോൾ പിന്നെ എന്താണ് ഹാദാ, ഇതൊക്കെ മാഇത്തിറാഫി ഞാൻ സമ്മതിക്കലോട് കൂടെയാണ്. ഞാൻ സമ്മതിക്കും എന്ത് ബിഅന്നൽ ബദിയ, എൻ്റെ മുമ്പ് മഖാമുണ്ടാക്കിയ ബദിയുൽ സമാനുൽ ഹമദാനില്ലല്ലോ, അവർ സബ്ബാഹു ആയത്തുകളിലേക്ക് ധാരാളം മുൻകടക്കുന്ന ആളാണ്. മൂപ്പരും വേറൊരാളുമായിട്ട് മത്സരം വെക്കുകയാണെങ്കിൽ ആ ഉന്ന സ്ഥലത്തേക്ക് എപ്പോഴും എത്തലും മൂപ്പരേക്കാറും. മൂപ്പരെയും വേറെ ആളായിട്ട് എന്ത് ചെയ്താണ്ട് ഒരു മത്സരം വെച്ചു. മത്സരം അങ്ങനെയല്ലേ, കാരണം അവിടെ നിന്നുണ്ടാവും അങ്ങേ തലക്കിൽ ഒരു കോലുണ്ടാവും. ആ കോല് ആരാണ് ആദ്യം ആദ്യം അവിടെ എത്തിയാണ് പറിച്ചിന് വനയിക്കാരം ജയിക്കുക. അപ്പോൾ എപ്പം മത്സരം വെച്ചാലും ആ വായത്തിലേക്ക് അധികമായി എപ്പോഴും മുൻകടക്കലാരയിക്കാരം ബദിയുൽ സമാനയിക്കാരം എന്ന് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ വസാഹിബു ആയാത്ത്, അത്ഭുതങ്ങളുടെ ഉടയവരാണ് ആര് ബദിയുൽ സമാൻ എന്ന് ഞാൻ സമ്മതിക്കലോടുകൂടെ. വാന്നൽ മുത്തസദ്ദിയ ബഅദഹു, അദ്ദേഹത്തിൻ്റെ ശേഷം തയ്യാറായ ആൾ ലിൻഷായ് മഖാമത്തിൽ, മഖാമ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ സാഹിത്യ പിന്നെ വകുപ്പിലേക്ക് മുൻകടന്നതായ തയ്യാറായ ആൾ വലവൂത്തിയ ബലാഗത്തെ ഖുദാമ, അയാൾ ഖുദാമത്തെന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ സാഹിത്യം നൽകപ്പെട്ട ആളാണെങ്കിലും അയാൾ ലാ യഗ്തരിഫു, അയാൾ കോരിയെടുക്കുന്നില്ല ഇല്ലാ മിൻ ഫുദാലത്തിഹി, അവരെ മിച്ചത്തിൽ നിന്നല്ലാതെ. അവർ കോരിയെടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ളതിൽ നിന്നാണ് വേറെ ആര് മഖാമുണ്ടാക്കിയാലും കോരിയെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അന്നൽ മുത്തസദ്ദിയ ബഅദഹു, അദ്ദേഹത്തിൻ്റെ ശേഷം തയ്യാറെടുത്തവൾ ഇൻഷായ് മഖാമർ, മഖാമുണ്ടാക്കാൻ തയ്യാറെടുത്താൾ വലവൂത്തിയ അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഖുദാമത്തിൻ്റെ ബലാഗത്ത് നൽകപ്പെട്ട്, ഖുദാമ എന്ന് പറഞ്ഞ വലിയ സാഹിത്യകാരനാണ്. ലാ യഗ്തരിഫു, അയാൾ അവനെ കോരിയെടുക്കുന്നില്ല ഇല്ലാ മിൻ ഫുദാലത്തിഹി, അയാൾ ബാക്കി വെച്ചതിൽ നിന്നല്ലാതെ. ഉണ്ടോ ഫദ്ല് ഫുദാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ബഖിയ്യത്ത്. വലായസ്രി, അവൻ നടക്കുന്നുമില്ല ദാലിക്കൽ മസ്റ, ആ വഴിയിൽ, അഥവാ ആ മഖാമാത്തിൻ്റെ രചനയുടെ വഴിയിൽ അയാൾ നടക്കുന്നുമില്ല. ഇല്ലാ ബിദലാലത്തിഹി, ബദിയുൽ സമാനിൻ്റെ നിർദ്ദേശത്തോടു കൂടെ മാർഗദർശനത്തോടു കൂടെ അല്ലാതെ നടക്കുന്നുമില്ല. ഉണ്ടോ ദലാലത്ത് എന്നും പറയാം, ദിലാലത്ത് എന്നും പറയാം. ദല്ലയദുല്ലു വഴികാട്ടി, ദലാലത്ത് ദിലാലത്ത്, ഏറ്റവും അഫ്സഹും അക്സറും ദലാലത്ത് എന്നാണ്. ദിലാലത്ത് എന്നും പറയാം. പിന്നെ ദലീൽ പറഞ്ഞാൽ വഴികാട്ടി. ഇലബി ദലാലത്തി വലില്ലാഹി ദറുൽ ഖായിൽ, പറയാൻ പോകുന്നതായിരിക്കുന്ന ശേഷം പറയാൻ പോകുന്ന ബെയ്ത്ത്, ആ ബെയ്ത്ത് പറഞ്ഞ ആളുടെ ദർറ് അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് തഅജ്ജുബിൻ്റെ സീഖയാണ് അല്ലേ. ദർറ് പറഞ്ഞാൽ എന്താ, പാല്. ഏത് പാല്? മുലപ്പാൽ. അപ്പോൾ അയാൾക്ക് മുലപ്പാലുണ്ടോ? അയാൾ ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ അല്ലേ, അയാളമ്മാൻ്റെ പാല്. ആ പാലെന്താണ്, അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റിയതായിരിക്കുന്നത് ഷെരീഫായ പാലാണ്. എല്ലാം അള്ളാഹിൻ്റെതാണെങ്കിലും എല്ലാം അള്ളാഹിൻ്റെതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റിയതായിരിക്കുന്ന മുന്തിയ പാല് കുടിച്ചാണ്ട് അയാൾ വളർന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയുന്നത്, അതൊക്കെ പറയാൻ കഴിയുന്നത്. ലില്ലാഹി ദറുൽ ഖായിൽ, എന്താ പറഞ്ഞത് അറിയോ?
ഫലോ ഖബല മബ്കാഹ ബകൈതു സബാബതൻ ബിസുഅദാ ഷഫൈതു നഫ്സ ഖബല തനദ്ദും. ഈ ഷായർ എന്തായിരുന്നു, അയാൾക്ക് സുഅദ എന്ന് പറയുന്നതായിരിക്കുന്ന ഭാര്യയെ കാമുകിയോ ആരോ ഉണ്ട്, ഏതോ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ ഇയാൾ എന്ത് ചെയ്തതാണ്, വിട്ടി വിരിഞ്ഞിക്കണ്. അങ്ങനെ ഇയാൾ ആ സങ്കടത്തിൽ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഒരു മാടപ്രാവ്, ആ മാടപ്രാവ് അതിൻ്റെ ഇണനെ പിരിഞ്ഞിട്ട് ആ ദുഃഖം കൊണ്ട് ആ മാടപ്രാവ് എന്താണ് ഇങ്ങനെ കരീണത് ഇയാൾ കേൾക്കുമ്പോഴാണ് ഇയാൾക്ക് എന്ത് ചെയ്യാണ്ട് ഓർമ്മ വന്നു, സ്വൈതൻ്റെ ഓർമ്മ വന്നു. എന്നിട്ട് ഇയാളും എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. എന്നിട്ട് ഇയാൾ പറയാണ് ഏത്, എന്നെക്കാട്ടിയിൽ ഉസാറ് മാടപ്രാവ് തന്നെയാണ്. മാടപ്രാവിൻ്റെ മുമ്പ് ഞാൻ കരഞ്ഞേക്കുകയാണെങ്കിൽ സ്വൈതനെ ഓർത്തുകാണ്ട് ഞാൻ കരഞ്ഞേക്കുകയാണെങ്കിൽ എനിക്കായിരുന്നു ഫضല്. പക്ഷേ മാടപ്രാവ് കരഞ്ഞു, അത് കാരണമായിട്ടല്ലേ ഞാൻ കരഞ്ഞത്. അപ്പോൾ ഫضലാർക്കാണ്, മാടപ്രാവിനാണ്. പിന്നെ ഫലോ ഖബല മബ്കാഹ ബകൈതു സബാബതൻ ബിസുഅദാ, ഫലോ ഖബല മബ്കാഹ ബകൈതു, ഫലോ ബകൈതു ഞാൻ കരഞ്ഞിരുന്നുവെങ്കിൽ, ഖബല മബ്കാഹ ഈ മാടപ്രാവിൻ്റെ കരച്ചിലിന് മുമ്പ്, സബാബതൻ ബിസുഅദാ സുഅദനോടുള്ളതായിരിക്കുന്ന അനുരാഗത്താൽ അല്ലേ. സബാബത്ത് പറഞ്ഞാൽ പമ്പിച്ച ഹുബിനാണ് എന്ത് പറഞ്ഞത്, സബാബത്ത് പറഞ്ഞത്. സബ്ബ യസബ്ബു സബാബത്തൻ ഫഹുവ സബ്ബുൻ അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമു അല്ലേ. ആശിഖുർ റസൂൽ അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമു എന്നാണ്. അപ്പോൾ സബ്ബ് പിന്നെ അപ്പോൾ സബാബത്തൻ ബിസുഅദാ സുഅദനോടുള്ളതായിരിക്കുന്ന അനുരാഗത്താൽ ഞാൻ ഈ മാടപ്രാവിൻ്റെ മുമ്പ് കരഞ്ഞിരുന്നുവെങ്കിൽ, ഷഫൈത്തുൻ നഫ്സ എൻ്റെ നഫ്സിനെ ഞാൻ എന്താക്കുമായിരുന്നു, എൻ്റെ നഫ്സിനെ ഞാൻ ഖേദം കൂടാതെ ഞാൻ ഷിഫയാക്കുമായിരുന്നു. വലാക്കിൻ ബക്കത്ത് ഖബിലി എങ്കിലും മാടപ്രാവിൻ്റെ മുമ്പ് കരഞ്ഞു, അതിൻ്റെ ഇണയെ ഓർത്തുകൊണ്ട്. ഫഹയ്യജലിൽ ബുക്കാ ബുക്കാഹ ഫഹയ്യജ ബുക്കാഹ അൽ ബുക്കാ അലി. അപ്പോൾ ആ മാടപ്രാവിൻ്റെ കരച്ചിൽ എനിക്കെന്ത് ചെയ്തു, കരച്ചിലിനെ ഇളക്കി പുറപ്പെടുവിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫഖുൽതു അൽ ഫദ്ലു ലിൽ മുതഖദ്ദിം. ആര് കൊള്ളടിച്ചു പോയി, മാടപ്രാവാണ് കൊള്ളടിച്ചത്. കാരണം മാടപ്രാവാണ് എന്ത് ചെയ്ത് ആദ്യം മുന്തിയത് എന്നതുപോലെ ബദിയുൽസമാൻ്റെ മുമ്പ് ഞാനിങ്ങനെ മഖാമാത്ത് ഉണ്ടാക്കിക്കുക, ഞാൻ ഉസാറാവുകയിനി. പക്ഷേ മൂപ്പരെന്താണ്, മൂപ്പരൻ്റെ മുമ്പ് ഉണ്ടാക്കി, ആ മൂപ്പരാണ് അതിന് കാരണക്കാരനായത്. അതുകൊണ്ട് അവർക്കാണ് ഫضല് ഉണ്ടോ. അപ്പോൾ കുറേ മൂപ്പര അങ്ങേയറ്റം മദ്ഹ് ചെയ്തു മുസന്നിഫ്. അതിൻ്റെ ശേഷം അവസാനം എന്ത് ചെയ്തു, വേറെ ഒരു ചെറിയ അല്ലേ എന്തു പറഞ്ഞു, അവരെ ഫضല് എന്തുകൊണ്ടാണ്, തഖദ്ദുമ് കൊണ്ടാണ്, എന്തല്ല വേറെ ഒന്നുകൊണ്ടും അല്ല. പറഞ്ഞാൽ തന്നെ ഈ മഖാമാത്തുൽ ഹരീരി ഉണ്ടാക്കിയതിന് ശേഷം മഖാമാത്തുൽ ഹരീരി പറഞ്ഞതല്ലാതെ മഖാമാത്ത് ബദിയുൽസമാൻ ഹമദാനി ആരും എന്ത് ചെയ്യണില്ല, പോതണമില്ല, പഠിച്ചണമില്ല, ഒന്നുമില്ല. അപ്പോൾ മുസന്നിഫിൻ്റെ തവാദ് കൊണ്ടായിരിക്കാം, വളരെയധികം മദ്ഹ് ചെയ്തില്ലേ, ആ മദ്ഹിൻ്റെ കാരണം കൊണ്ടായിരിക്കാം മുസന്നിഫിൻ്റെ കിതാബിന് ഇത്ര കബൂൽ കിട്ടിയത്. പിന്നെ വഹുവ ബിസബഖിൻ ഹായിസുൻ തഫ്ളീല അല്ലേ, ബിസബഖിൻ മുന്തിച്ച് പറഞ്ഞപ്പോൾ ഒരു ഹസറുണ്ട് അവിടെ, സബക്ക് കൊണ്ട് മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ ഷായർ കരഞ്ഞതിൻ്റെ മുമ്പ് ആര് കരഞ്ഞുകൊണ്ട്, മാടപ്രാവ് കരഞ്ഞുകൊണ്ട് മാടപ്രാവിനായി ഫضല് അല്ലേ എന്നതുപോലെ ബദിയുൽസമാൻ ആദ്യം ഉണ്ടാക്കി. അതാണ് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം, ആ നിലക്ക് അവർക്കാണ് ഫضല്. പിന്നെ